legs. You don't have any right. ഇത് ശല്യപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾക്ക് അത് അവതരിപ്പിച്ചതിന് ശേഷം അതാണ് അതേ നയമാണ് ഈ ഗവൺമെന്റിന്. അങ്ങ് ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് പോളിസി ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് പറയട്ടെ. അങ്ങനെ അസ്വസ്ഥരാകുന്നത് അങ്ങനെ ഞാൻ അങ്ങേക്ക് വഴങ്ങാന്ന്. ഞാൻ അങ്ങേക്ക് വഴങ്ങാം. ഒരു മര്യാദ ഉണ്ട്. ഞാൻ എന്റെ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വഴങ്ങാം. അങ്ങേ പോലെ ഒരാൾ എഴുന്നേറ്റ് ഞാൻ വഴങ്ങായിരിക്കും. ഞാൻ വഴങ്ങാം. അങ്ങ് പ്രക്ഷുബ്ധനാവല്ലേ, ശോഭിക്കല്ലേ? അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. I am on my legs. You don't have any right. No. To interrupt. No. ഭരണം മാറിയിട്ടും മാറാത്ത ഒന്നുണ്ട് നിയമസഭയിൽ. വി.ഡി. സതീശനും പിണറായി വിജയനും തമ്മിലെ പോര്. ഇത്തവണ ഇരിപ്പിടങ്ങൾ പരസ്പരം മാറിയെന്നേ ഉള്ളൂ. വി.ഡി. സതീശനും പിണറായി വിജയനും തമ്മിലുള്ള നേർക്കുനേർ രൂക്ഷമായ വാഗ്വാദത്തിന് കുറവൊന്നും വന്നിട്ടില്ല. PM ശ്രീ പദ്ധതിയിലാണ് ഇന്ന് ഇരുവരും നിയമസഭയിൽ കൊമ്പുകോർത്തത്. കോൺഗ്രസിനുള്ളിലെ തർക്കം പ്രതിപക്ഷം ഉന്നയിച്ചതിന് മറുപടിയായി വി.ഡി. സതീശൻ CPM നേതൃത്വത്തെ അണികൾ ചോദ്യം ചെയ്യുന്നുവെന്ന് തിരിച്ചു പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രോഷാകുലനായി അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് എന്ന് തിരിച്ചടിക്കുകയായിരുന്നു. പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവുമായി മുഖ്യമന്ത്രി കൊമ്പുകോർത്തത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കമാണ് വലിയ പ്രശ്നമാണ് എന്നൊക്കെ LDF MLA-മാർ ഇവിടെ പറഞ്ഞു. നിങ്ങളുടെ പാർട്ടിയിൽ എല്ലാം ശാന്തമാണല്ലോ, എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നടന്നത്? ഞാൻ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്തിട്ടില്ല പാർട്ടിയിൽ. പക്ഷേ LDF-ൽ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും നേതാക്കളും അണികളും ചോദ്യം ചെയ്യുകയാണ്. നിങ്ങളുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ്, നിങ്ങളെയൊക്കെ പിന്താങ്ങുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ കൊത്തിക്കീറി നടക്കുകയായിരുന്നു, അതൊക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഈ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല, അതെല്ലാം വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ട് ഇപ്പോൾ CPM തകരുമെന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കേണ്ട എന്ന് പിണറായി മറുപടി നൽകി. CPM-ൽ ഒരു തിരുത്തലുമില്ലാതെ നന്നായി പോകുന്നുവെങ്കിൽ ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട് എന്ന് മുഖ്യമന്ത്രി സതീശൻ പ്രതികരിക്കുകയും ചെയ്തു. മദ്യനയത്തിൽ ഭേദഗതി വരുത്തിയത് LDF സർക്കാരാണ് എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശവും പിണറായി വിജയനെ പ്രകോപിപ്പിച്ചു. പാർട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ മറുപടി പറയാൻ താൻ ബാധ്യസ്ഥനാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. UDF-നെ കുറിച്ച് പറഞ്ഞാൽ താനും തിരിച്ച് മറുപടി പറയുമെന്നുകൂടി മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. ഒരു ഗവൺമെന്റ് നയം പറയല്ലേ, ആ നയം സഭയെ അറിയിക്കല്ലേ, അത് കേൾക്കൂ. വിയോജിപ്പുണ്ടാകാം, അത് വേറെ പ്രശ്നം. പക്ഷേ ഒരു ഗവൺമെന്റ് നയമല്ല പറയുന്നത്, ആ നയം മുഖ്യമന്ത്രിയല്ലേ വിശദീകരിക്കേണ്ടത്. ആ നയം വിശദീകരിക്കല്ലേ. ഒരു ശാന്തമായിരിക്കൂ. ഇവിടെ നടന്ന 3 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ നയത്തോട് വിയോജിപ്പ് കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അദ്ദേഹത്തിന്റെ പ്രസംഗം കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടല്ലേ? അതിന് നമ്മൾ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയാൽ അതിന്റെ അർത്ഥം എന്താ? ആ നയം എന്താണെന്ന് അറിയണ്ട എന്നുള്ള നിലയിലാണോ? അതുകൊണ്ട് മുഖ്യമന്ത്രി പറയട്ടെ, ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അത് ശാന്തമായി കേൾക്കൂ എന്ന് പ്രതിപക്ഷ നേതാവ് എന്തോ പറയാൻ. ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. യു ഹാവ് നോ റൈറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? കേൾക്കൂ, അങ്ങ് ശാന്തമായി കേൾക്കൂ. അങ്ങ് 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങയുടെ ഗവൺമെന്റ് നയം അവസാനമായി പറയാനുള്ള അധികാരം അങ്ങേക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ നയം എന്താണ് എന്ന് ഈ സഭയെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ദയവായിട്ട് അങ്ങ് ഇതിനോട് സഹകരിക്കും. വിയോജിപ്പൊട്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വിയോജിപ്പൊട്ടെങ്കിൽ അപ്പപ്പോ നമ്മളൊരു വാഗ്വാദം നടത്തി അതിന്റെ പേരിൽ ഒരു ഡിബേറ്റ് നടത്തി പോകില്ല. അദ്ദേഹം ആ നയം വിശദീകരിക്കട്ടെ. ആ നയത്തോട് എന്ത് കാരണത്താൽ വിയോജിപ്പുണ്ട് എന്ന് പറയാൻ പിന്നീട് സമയമുണ്ടല്ലോ. അതുകൊണ്ട് ദയവായിട്ട് മുഖ്യമന്ത്രി ആ നയം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു അവകാശം നമ്മൾ വിശദീകരിക്കട്ടെ. സർ, നയം വിശദമാക്കുന്നതിനൊന്നും ഞങ്ങളെതിരല്ല. ഏത് ഗവൺമെന്റും ആ ഗവൺമെന്റ് നയം വിശദമാക്കണമല്ലോ. അത് മുഖ്യമന്ത്രി തന്നെയാണല്ലോ സംസാരിക്കേണ്ടത്. അതിനൊന്നും ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല. ഇവിടെ അദ്ദേഹം കേരളം എത്തിച്ചേർന്ന ഒരു സ്ഥിതിവിശേഷത്തെ പറ്റി പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ചോദ്യം ചെയ്തത്. അത് CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് ശ്രമിച്ചത്. അത് പറയാനാണ് അദ്ദേഹം നോക്കിയത്. ആ കാര്യത്തിൽ അദ്ദേഹം വഴങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് യു ഹാവ് നോ റൈറ്റ് എന്നാണ്. അങ്ങനെയാണോ ഒരു സമീപനം സ്വീകരിക്കേണ്ടത്?
അതാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് വെർബാറ്റം ഞാൻ പറയാം. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്നേ പറഞ്ഞോളൂ. ഇന്ററപ്റ്റ് ചെയ്യാൻ കേക്കോ അദ്ദേഹത്തിന് 90 മിനിറ്റ് ആ ഗവൺമെന്റിനുള്ള ആ 90 മിനിറ്റിനകത്ത് നിന്ന് അദ്ദേഹം സംസാരിക്കാതെ യു ഹാവ് നോ റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് അവകാശമില്ലെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ദയവായിട്ട് അത് കേൾക്കൂ. മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടരും. സാർ, ഞാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിന് വഴങ്ങാം. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ് എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രി ആയി അങ്ങ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേക്കുമ്പോൾ അങ്ങോട്ട് പറയാറുണ്ട് വഴങ്ങാം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അങ്ങയുടെ അടുത്തിരിക്കുന്ന ഈ അംഗം ബഹളം ഉണ്ടാക്കിയതുപോലെ ഞാൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ ഞാനിരിക്കും. അപ്പൊ അങ്ങ് ഇരുന്ന് തരും, അങ്ങ് എനിക്ക് വഴങ്ങി തരും. ഞാൻ എപ്പോഴെല്ലാം എഴുന്നേറ്റിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായി, അന്നെല്ലാം മുഖ്യമന്ത്രിയായിരുന്നു, അങ്ങ് വഴങ്ങി തന്നിട്ടുണ്ട്. ഞാൻ വഴങ്ങാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നിരന്തരമായി ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി. അങ്ങേ പോലെ ഒരാൾക്ക് യോജിച്ചല്ല. എന്ന് പറഞ്ഞാൽ അതൊരു പാർലമെന്ററി വേർഡാണ്. ആ പാർലമെന്ററി വേർഡാണ്. നിങ്ങൾ പരിശോധിച്ചാൽ മതി. പഴയ പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും പ്രസംഗിച്ചത് വായിച്ചു നോക്കിയാൽ അറിയാം. എന്തായാലും രൂക്ഷമായ വാഗ്വാദമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. അതേസമയം തന്നെ കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൽ അന്തിമ തീരുമാനം UDF എടുക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. തീരുമാനിച്ചത് നികുതി ഘടന മാത്രമെന്നും വിൽപ്പനയിൽ അന്തിമ തീരുമാനം UDF ചർച്ച ചെയ്ത് എടുക്കും എന്നുമാണ് VD സതീശന്റെ വിശദീകരണം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നടപ്പാക്കാൻ UDF തീരുമാനിച്ചാൽ ഈ നികുതി ഘടന നിലവിൽ വരും. UDF വേണ്ട എന്ന് തീരുമാനിച്ചാൽ മുന്നോട്ട് പോകില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള നടപടികളെല്ലാം തുടങ്ങിയത് LDFന്റെ കാലത്താണ് എന്നും VD സതീശൻ സഭയിൽ പറഞ്ഞു. ബക്കാടി കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളെ മുഖ്യമന്ത്രി പരിഹസിച്ച് തള്ളുകയും ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയത് LDF സർക്കാരിന്റെ കാലത്താണ് എന്ന് സതീശൻ ഉറപ്പിച്ചു പറയുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത്തരം ഒരു തീരുമാനമെടുക്കുകയും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് നടപ്പിലാക്കുകയുമായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ ഇറക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചത് MV ഗോവിന്ദൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ്. അദ്ദേഹമാണ് ബക്കാടിയുമായുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യം ചെയ്തത് മുൻ സർക്കാർ ചെയ്തതിന്റെ ഭാഗമായുള്ള തുടർ നടപടികളായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.